ഇന്നത്തെ എൻ്റെ യാത്ര പൊന്നാനി ലൈറ്റ് ഹൗസിലേക്കാണ്. അറബിക്കടലിൻ്റെ തീരത്ത് പൊന്നാനി അഴിമുഖത്തിൻ്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ലൈറ്റ് ഹൗസ് അഥവാ വിളക്ക് മാടമാണ് പൊന്നാനി ലൈറ്റ് ഹൗസ്. കപ്പലുകൾക്കും കടൽ യാത്രികർക്കും മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്നവർക്കും നാവിഗേഷനുള്ള ഒരു സൂചകമാണിത്. കടൽ യാത്രികർക്ക് ഇതിൻ്റെ പ്രകാശത്തെ അടിസ്ഥാനമാക്കി രാത്രികാലങ്ങളിൽ ദിശയും സ്ഥാനവും മനസ്സിലാക്കാവുന്നതാണ്. സമുദ്രത്തിൽ 20.5 നോട്ടിക്കൽ മൈൽ ദൂരത്ത് നിന്ന് വരെ കാണാവുന്നതും തിരിച്ചറിയാവുന്നതുമാണ് ഈ ലൈറ്റ് ഹൗസിലെ പ്രകാശം. 15 സെക്കൻഡ് ഇടവേളയിലാണ് ഇവിടെ പ്രകാശം പുറപ്പെടുവിക്കുന്നത്. 10 രൂപയുടെ പ്രവേശന ടിക്കറ്റ് എടുത്ത് വേണം ലൈറ്റ് ഹൗസിലേക്ക് പ്രവേശിക്കാൻ. തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം കുറഞ്ഞ സമയങ്ങളിൽ മാത്രമാണ് ടവറിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കയറുന്നതിനായി ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലായി മുകളിലേക്ക് കയറിപ്പോകുന്ന പിരിയൻ കോവണി കാണാനായി സാധിക്കും. ആ കോണി വഴി 6 റൗണ്ട് ചുറ്റിക്കയറിയാൽ മുകളിലെ ഗ്യാലറിയിൽ എത്തിച്ചേരാം. 135ഓളം സ്റ്റെപ്പുകൾ കയറിയാലാണ് മുകളിലെത്താൻ സാധിക്കുന്നത്. ചിലരെല്ലാം പാതി വഴിയിൽ തളർന്നിരിക്കുന്നത് കാണാൻ കഴിയും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പൊന്നാനി തീരത്ത് ദിശാസൂചകങ്ങളായി പ്രതീകങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 1937 ആദ്യമായി വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരു വിളക്കുമാടം സ്ഥാപിച്ചത്. ആദ്യകാലങ്ങളിൽ ഉയർത്തിക്കെട്ടിയ കൊടിമരത്തിൻ്റെ രൂപത്തിലോ തീരത്ത് സ്ഥാപിച്ച ഉരുക്കു കൊടിമരത്തിന് മുകളിലായി എണ്ണത്തിരി കത്തിച്ചു വെച്ചും കടൽ യാത്രികർക്ക് ദിശയും തീരവും മനസ്സിലാക്കുന്നതിനായി അടയാളപ്പെടുത്തിയിരുന്നത്. സ്വാതന്ത്ര്യാനന്തരം 1948 പൊന്നാനിയിലെ ലൈറ്റ് ഹൗസ് നവീകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് നാം കാണുന്ന നിലവിലുള്ള ഈ ലൈറ്റ് ഹൗസ് പണിതത് 1983 30 മീറ്റർ ഉയരമുള്ള ഈ ലൈറ്റ് ഹൗസിൻ്റെ നിർമ്മാണം 1982 ആരംഭിക്കുകയും 1983 തന്നെ അത് പണി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. 38 കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ ഈ ലൈറ്റ് ഹൗസിൻ്റെ പ്രകാശം കാണാനും തിരിച്ചറിയാനും കഴിയും. ഉയർന്ന വാട്സിലുള്ള മെറ്റൽ ഹാലൈഡ് ലാബുകളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. 24 കോണുകളുള്ള വൃത്താകൃതിയിലാണ് RCC ടവറായാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ടവറിന് മുകളിലായി നിരീക്ഷണ ഗാലറിയും മറ്റ് നാവിഗേഷൻ ഉപകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മുകളിലെത്തിയപ്പോൾ അവിടെ കുറച്ച് സന്ദർശകർ മാത്രമാണുള്ളത്. പൊന്നാനി കടൽ തീരവും അഴിമുഖവും പടിഞ്ഞാറ് ഭാഗത്തായി പരന്നുകിടക്കുന്ന അറബിക്കടലിൻ്റെയും മനോഹരമായ ദൃശ്യങ്ങൾ, കൂടാതെ കിഴക്ക് നിന്ന് പരന്നൊഴുകി വരുന്ന ഭാരതപ്പുഴയും വിദൂരതയിലായി ഭാരതപ്പുഴയിൽ ഉയർന്നു നിൽക്കുന്ന ചമ്രവട്ടം പാലവും, പൊന്നാനി ഹാർബറും പടിഞ്ഞാറേക്കര തീരവും പുറത്തൂർ തീരവും ഉയർന്നു നിൽക്കുന്ന കിഴക്കൻ മലനിരകളും നല്ല രീതിയിൽ നിരീക്ഷിച്ച് കാണാൻ കഴിയും. ലൈറ്റ് ഹൗസിന് കിഴക്ക് വശത്തായി പരന്നുകിടക്കുന്ന പൊന്നാനിയുടെ തീരദേശ മേഖലയുടെ ആകാശദൃശ്യവും എടുത്തു പറയേണ്ടതാണ്. തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന മണൽ വിരിച്ച വഴികളും അവയ്ക്കിടയിലായി ഉയർന്നു നിൽക്കുന്ന ഓടുമേഞ്ഞ വീടുകളും അവയുടെ മനോഹാരിതയും കാണാവുന്നതാണ്. പഴമ വിട്ടുമാറാത്ത പൊന്നാനിയുടെ തീരദേശത്തിൻ്റെ നേർക്കാഴ്ച ഇവിടെ നിന്ന് അനുഭവിച്ച് അറിയാവുന്നതാണ്.